ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മുടെ മൂന്നാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. രാവിലെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. അപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല. നമ്മൾ ഇൻഡ്യാനാപോളിസിൻ്റെ സിറ്റീൻ്റെ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ മുമ്പിൽ കാണുന്ന വണ്ടികളുടെ സൈഡിൽ അവർക്കൊരു ആ ട്രക്കുകൾക്കെല്ലാം ഒരു പെർപെൻഡിക്കുലറായിട്ട് ഇടുക ചെയ്തേ. എന്തായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ആരും ഒന്നും വിളിച്ച് എടുത്തുകൊണ്ട് ഒന്നും പോയില്ല. എല്ലാവർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു രാവിലെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു സമയമായപ്പോഴത്തെ എണീറ്റ് ഒരു 8 മണി 8:30 ആയപ്പോഴത്തെ എണീറ്റ് പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തെ നമ്മൾ ഇൻസ്പെക്ഷനൊക്കെ ഇട്ടു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു, ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരുന്നുകൊണ്ട്. ഞാൻ നോക്കുമ്പോഴത്തെ ഞാൻ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു 2-3 വണ്ടികൾ എൻ്റെ ഇപ്പുറത്തൊക്കെ കൊണ്ടായിരുന്നു പാർക്ക് ചെയ്തായിരുന്നു നമ്മൾ വെച്ച പോലെ. പക്ഷേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ ആരും എണീപ്പിച്ചില്ല. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ എൻ്റെ വണ്ടി മാത്രം അവിടെ കിടക്കുന്നു. പിന്നെ ഞാൻ അതെടുത്തിട്ട് പിന്നെ ഞാൻ ഇവിടുത്തെ ഈ പാർക്കിങ്ങിലോട്ടിട്ടു. എന്നിട്ട് നമ്മൾ കുളിക്കാൻ വേണ്ടി പോയി. കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ മെക്ഡിയിൽ നിന്ന് ഒരു ചായയും പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബർഗറും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമുക്കങ്ങ് പോവാം. അപ്പം നമ്മുടെ ഇൻസ്പെക്ഷൻ ഓൾമോസ്റ്റ് തീരാനായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നേരെ പോയിട്ട് ഡെലിവറി ചെയ്യണം. എന്നിട്ട് അവിടുന്ന് നമുക്ക് റിപ്ലി ടെന്നസി പോയിട്ട് ലോഡും പിക്ക് ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ പ്ലാൻ. എന്നാൽ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഡെലിവറി ലൊക്കേഷനിലെത്തി. ഇവിടെ ഹാർഡ് കാറ്റും അതും ഇതെല്ലാം വേണം. ഇവിടെ കുറച്ച് റഫായിട്ട് പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ അവിടെ വന്നു, ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മളോട് ഡോക്കിലിടാൻ പറഞ്ഞു. അപ്പം ഇതാണ് ഡോക്ക്. എല്ലാം മറ്റേ സ്ക്രാപ്പ് മെറ്റീരിയലാണ്. നമുക്ക് പെട്ടെന്ന് ഡോക്കിലിടാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ട്രക്ക് ഡോക്കിലിട്ടു. അപ്പം ഇവിടെ അവർ ഓൾറെഡി അൺലോഡിങ് തുടങ്ങി. കാരണം അലുമിനിയത്തിൻ്റെ ആയതുകൊണ്ട് അധികം ലോഡ് എന്ന് വെച്ചാൽ സെൻറ്ററിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം ഇതിങ്ങനെ അലുമിനിയത്തിൻ്റെ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ കംപ്രസ് ചെയ്തിട്ട് ഓരോ ബോക്സ് പോലെ ആക്കിയിരിക്കുകയായിരുന്നു. അപ്പം അത് വലിയ കുഴപ്പമില്ലാണ്ട് പെട്ടെന്ന് അവർ ഇറക്കിക്കോളുമെന്ന് വിചാരിക്കുന്നു. അവർ ഓൾറെഡി അൺലോഡിങ് തുടങ്ങി. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നിട്ട് എനിക്ക് തോന്നുന്നത് ഇത് സ്ക്രാപ്പ് പ്രോസസ്സ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പം ഇവിടെ നിന്ന് അത് മെൽറ്റ് ചെയ്തിട്ട് അലുമിനിയം പ്രോപ്പറായിട്ട് അടുത്ത പ്രോസസ്സിങ്ങിലോട്ട് പോകുന്ന രീതിയിലുള്ള മെറ്റൽ പാർട്ട് ആക്കിക്കൊണ്ട് വരുന്നതാണ്. അപ്പം അവിടെ നിന്നൊക്കെ സ്ക്രാപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നോക്കി കണ്ടാൽ അറിയാം, സ്ക്രാപ്പ് കൂട്ടിയിട്ടിരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കെല്ലാം സ്ക്രാപ്പെല്ലാം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പം അത് പ്രോസസ്സിങ് ചെയ്തിട്ട് അവസാനം ഇതേപോലത്തെ പീസ് മറ്റേ ഓരോ പാർട്സ് ആക്കി വെക്കും. പാർട്സ് അല്ല, ഈ ഷേപ്പിലാക്കി വെക്കും. എന്നിട്ട് ഈ ഷേപ്പിലുള്ള സാധനങ്ങളാണ് പർച്ചേസ് ചെയ്തിട്ട് കമ്പനികളിങ്ങനെ അലുമിനിയത്തിൻ്റെ പാർട്സൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെയാണുള്ളത്. നമ്മുടെ അൺലോഡിങ് തുടങ്ങി പെട്ടെന്ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടുന്ന് ഇപ്പോൾ 3/4 മണിക്കൂറായി. അപ്പം ഇനിയിപ്പോൾ ഇവിടുത്തെ അൺലോഡിങ് കഴിഞ്ഞിട്ട് അതൊന്ന് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം നമുക്ക് നേരെ ചെക്കൗട്ടിൻ്റെ അവിടെ പോയിട്ട് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പേപ്പർ മേടിക്കാൻ. അപ്പോൾ ഞാൻ ഏതായാലും നോക്കട്ടെ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഡെലിവറി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഈ കമ്പനി ചുറ്റി നമ്മൾ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ വന്ന ഒരു സെക്യൂരിറ്റി ഗേറ്റ് ഉണ്ട്. അവിടെ തന്നെയാണ് ഷിപ്പിംഗ് ഓഫീസും വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഡെലിവറി ചെയ്തതിൻ്റെ POD മേടിക്കാൻ, പ്രൂഫ് ഓഫ് ഡെലിവറി. അപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു സ്കെയിലിൻ്റെ മുകളിൽ കയറ്റി ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോയിട്ട് നമ്മുടെ MT ട്രക്കിൻ്റെ വെയിറ്റും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് ശേഷമാണ് അവർ POD തരിക. ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലിയ കമ്പനിയാണ്. ഈ കമ്പനി മൊത്തം ഒരു 1 വേ ആണ് വരുന്നത്. നമുക്ക് ഒരു സൈഡിൽ കൂടെ കയറി നമുക്ക് ആ സൈഡിൽ കൂടെ തിരിച്ചു പോകാൻ പറ്റില്ല. കമ്പനി ചുറ്റിയിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവർ ഡെലിവറി ചെയ്തു. ഒരു മണിക്കൂർ എടുത്തുള്ളൂ നമുക്ക് മൊത്തത്തിൽ ചെക്ക് ഇൻ ചെയ്യാനും
ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പോകുന്ന വരെ സമയം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ 1.25 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന റിപ്ലി ടെന്നസി. അപ്പോൾ ഈ സ്കെയിലിലോട്ടാണ് നമ്മൾ കയറ്റി നിർത്തണം. എന്നിട്ട് വേണം ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓഫീസിലോട്ട് കയറിപ്പോയി അവിടുന്ന് പേപ്പർ മേടിക്കുക. അങ്ങനെ നമ്മുടെ ഡെലിവറി കംപ്ലീറ്റ് ആയി. ഞാൻ ട്രക്ക് പുറത്തിറക്കിയിട്ട് മൊത്തം ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിന് മുമ്പ് ഞാൻ നമ്മുടെ POD ഓൾറെഡി കമ്പനിക്ക് അയച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതാകുമ്പം കാരണം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ അകത്ത് ഈ മെറ്റൽ പീസൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ടയറിൻ്റെ അകത്ത് കയറിയിരിക്കും. അപ്പം മൊത്തം ടയറിന് നമ്മുടെ ഹാമർ വെച്ച് അടിച്ചു നോക്കി, എല്ലാ കാറ്റെല്ലാം ഓക്കെയാണ്. പിന്നെ കാണുന്ന ഭാഗത്തൊന്നും ഒന്നും കുത്തി കയറി നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഒരു 3.5 മണിക്കൂറുണ്ട് നമുക്ക് റിപ്ലി ടെന്നസിയിലെ കൊമാറ്റ്സുവിലോട്ട്. പോകുന്ന വഴിക്ക് പറ്റുന്ന പോലെ ഒന്ന് എണ്ണയൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. നമ്മുടെ പെട്ടെന്ന് തന്നെ ലോഡൊക്കെ റെഡി ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പേപ്പറൊക്കെ മേടിച്ച് ട്രെയിലറൊക്കെ സ്വിച്ച് ചെയ്ത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മളെപ്പോഴും കിടക്കുന്ന ഒരു 2 മണിക്കൂർ അപ്പുറത്തുള്ള നമുക്ക് ആ ട്രക്ക് ഹെവനിൽ പോയി കിടക്കാൻ സമയമുണ്ട്. ആവശ്യത്തിലേറെ പോയി ഒന്ന് വെയിറ്റ് ചെക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അങ്ങോട്ട് വിടാം. പിന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ ഞാൻ ട്രെയിലർ സ്വിച്ച് ചെയ്യുന്ന വീഡിയോ എടുക്കാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഈ പേപ്പർ വർക്ക് ഒന്ന് അയച്ചു കൊടുക്കണം. എന്നുവെച്ചാൽ എല്ലാം ഒന്നും അയക്കണ്ട, ഒറ്റ പേപ്പർ അയച്ചാൽ മതി. അപ്പം അതൊന്ന് അയച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ സമയം 10 മണി ആയപ്പോഴത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ആ ട്രക്ക് ഹെവനിൽ വന്നായിരുന്നു. അപ്പോൾ ഈ ട്രക്ക് ഹെവൻ നമ്മൾ ഒരു പ്രാവശ്യം ഇതിന് മുമ്പ് ഞാൻ ഇതേ ലോഡ് എടുത്ത സമയത്ത് നമ്മൾ വന്ന് കടന്നായിരുന്നു. അതെനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അന്ന് വലിയ തിരക്കില്ലായിരുന്നു, നമ്മൾ സുഖമായിട്ട് പാർക്ക് ചെയ്തു. ഇതിപ്പം നമ്മൾ ബുധനാഴ്ചയല്ലേ, അപ്പോൾ പിന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഓൾറെഡി പാർക്കിംഗ് ഫുള്ള്. ഞാൻ ഇതിന് മുമ്പിലത്തെ ലൗസിൽ കയറി നോക്കി, അവിടെയും പാർക്കിംഗ് ഫുള്ള്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്കിംഗ് നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ പുറകോട്ടാണ് പാർക്കിംഗ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു ലൈൻ അങ്ങോട്ട്, അതിൻ്റെ പുറകിൽ വേറെ ഒരു ലൈൻ ഓപ്പോസിറ്റ് സൈഡിലോട്ട്. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ വേണം നമുക്ക് കയറി വരാൻ വേണ്ടി. അപ്പോൾ ഇത് തമ്മിൽ വലിയ ഗ്യാപ്പില്ല. അപ്പം നമുക്ക് അടുപ്പിച്ചടുപ്പിച്ചുള്ള കള്ളിയിൽ നമുക്ക് ട്രക്ക് തിരിഞ്ഞ് കയറിയല്ല. അപ്പോൾ അതാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ പിന്നെ ഒന്നരാടം ഗ്യാപ്പ് ഇട്ടിട്ടേ കയറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള പാർക്കിങ്ങിൽ ആരും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് വൈഡായിട്ട് ടേൺ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കള്ളി ഫ്രീ ഉണ്ട്, പക്ഷേ എല്ലാ പാർക്കിങ്ങും നമുക്ക് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഇങ്ങനെ ഓൾമോസ്റ്റ് ഈ ഇടയ്ക്കൂടെ കയറി വരാനും പാടാണ്, ഈ 2 വണ്ടികളുടെ ടെയിൽ പുറത്തേക്ക് ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു അപ്പുറത്തോടെ വന്നിട്ട് എവിടെയെങ്കിലും ബ്ലൈൻഡ് നമുക്ക് ബാക്ക് ഇടാമെന്ന് വിചാരിച്ച് ഞാൻ കയറി വന്ന് നോക്കിയപ്പോൾ ഒന്നും ബാക്ക് ഇടാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടത്തിൽ വന്ന ഒരു പുള്ളിക്കാരൻ ഈ വണ്ടികളുടെ ഇടയ്ക്കൂടെ പുറകിൽ കൂടെ വന്ന് ഇവിടെ ഒരു പാർക്കിംഗ് അല്ലാതെ ഒരു ഹാച്ച് ലൈൻ ഇട്ടിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുന്നു. ഞാൻ ആദ്യം അവിടെ ഇടാൻ വേണ്ടി നോക്കി, ബാക്ക് ഇടാൻ വേണ്ടി നോക്കിയപ്പോൾ പറ്റുന്നില്ല. അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൂടെ തന്നെ കയറി വരണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി അതിൽ റൗണ്ട് അടിച്ച് വരുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ കൊണ്ടുപോയി അവിടെ പാർക്കിങ് ചെയ്ത് ഇങ്ങനെ ഒരു ആംഗിളിലൊക്കെ അങ്ങ് ഇട്ടു. പിന്നെ ഞാനും കറങ്ങി വന്നപ്പോഴേ പിന്നെ അയാളുടെ സൈഡിൽ അടുപ്പിച്ച് വെച്ച് അവിടെ എന്തായാലും കടക്കാൻ പറ്റിയില്ല, കാരണം വണ്ടികൾക്കൊന്നും പോകാൻ സ്ഥലവും കാര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു പുള്ളിക്കാരൻ 1/2 മണിക്കൂർ ബ്രേക്ക് എടുക്കുകയാണ്, അപ്പം പുള്ളിക്കാരന് പോകാൻ വേണ്ടി സ്ഥലം വേണം, ഞാൻ എന്നോട് പറയാം, അപ്പം എനിക്കൊന്ന് വണ്ടി മാറ്റി തരണം, കാരണം പുള്ളിക്കാരന് എൻ്റെ വണ്ടി ഉള്ളതെങ്കിലും പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ എന്ന് പറഞ്ഞു, അത് നന്നായി. അപ്പോൾ പിന്നെ പുള്ളിക്കാരൻ ഇട്ട സ്ഥലത്ത് നമുക്കിടാം. അങ്ങനെ പുള്ളിക്കാരൻ പോകുന്നവരെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം ഇപ്പോൾ എല്ലാം പുള്ളിക്കാരൻ പോയി. ഞാൻ വണ്ടി കുറച്ച് പുറകോട്ടെടുത്ത് ഞാൻ പിന്നെ അവിടെ തന്നെ വണ്ടി കയറ്റി വെച്ചു. ആ പുള്ളിക്കാരൻ വണ്ടി പാർക്ക് ചെയ്ത ആ സ്ഥലം കൂടെ ചേർത്ത് ഞാൻ വണ്ടി കയറ്റി വെച്ചു. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. ഞാനിപ്പോൾ ആ വണ്ടി വെച്ചിരിക്കുന്നൊന്ന് കാണിക്കാം.
അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ട്രക്ക് ഹെവൻ. അപ്പം വണ്ടികൾ ഇങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നത്, ഒരു ലൈൻ അങ്ങോട്ടും ഒരു ലൈൻ ഇങ്ങോട്ടും. അപ്പോൾ ഇതിൻ്റെ നടുക്കൂടെ വേണം നമുക്ക് വരാൻ വേണ്ടി, എന്നിട്ട് വേണം ലൈനിലോട്ട് കയറാൻ. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെ അധികം ഗ്യാപ്പില്ല, അതുകൊണ്ട് നമുക്ക് വൈഡായിട്ട് ടേൺ ചെയ്ത് അകത്തേക്ക് കയറാൻ പറ്റിയല്ല. കാരണം ഇവരൊക്കെ ഇപ്പോൾ അടുപ്പിച്ചിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലം കാലിയായിരുന്നു, ഇവിടെ ഹാച്ച് ലൈനായിരുന്നു. അതുകൊണ്ട് ഇവിടെ കാലി ആയതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും ഇങ്ങനെ ചുറ്റി അകത്തേക്ക് കയറിയത്. പക്ഷേ ഇവിടെ ഹാച്ച് ലൈൻ ആയതുകൊണ്ട് ആരും വന്ന് പാർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഒരുവിധം വണ്ടി ഇങ്ങനെ ചെരിച്ച് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ചെറിയൊരു ആംഗിളിൽ. അതാകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെയും വണ്ടി പോകാൻ സ്ഥലമുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ കൂടെയും വണ്ടി സുഖമായിട്ട് ഇവർക്ക് വൈഡായിട്ട് ടേൺ ചെയ്ത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരുവിധം അങ്ങനെ ഇന്നത്തെ പാർക്കിംഗ് കിട്ടി. ഇനിയിപ്പോൾ നാളത്തെ കാര്യം നോക്കിയാൽ മതി. നമുക്ക് നോക്കാം. എന്തായാലും അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത കാര്യം നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം വണ്ടി പാർക്ക് ചെയ്തു. ഇന്നലെ അതെ, ഇന്നും അതെ, വണ്ടിയാണെങ്കിൽ മര്യാദയ്ക്ക് പാർക്ക് ചെയ്യാനേ സ്ഥലം കിട്ടുന്നില്ല നമുക്ക്. കാരണം നമ്മൾ ലേറ്റായിട്ടാണ് വണ്ടി നിർത്തുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സാധാരണ യൂഷ്വലി ഒരു ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 മണി 5 മണിയൊക്കെ ആവുന്ന സമയത്ത് നിർത്തുന്നതായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പാർക്കിംഗ് കിട്ടി. അവിടെ ഇപ്പോൾ സെറ്റാണ്. ഞാൻ നോക്കി, നമുക്കിപ്പം ഈ സൈഡിൽ കൂടെ, ഈ പുറകിൽ കൂടെ വരുന്ന വണ്ടികൾക്കാണെങ്കിലും ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് വൈഡായിട്ട് ടേൺ ചെയ്ത് അങ്ങ് പോകാൻ പറ്റും. അതല്ല ഈ സൈഡിൽ കൂടെ വരുന്ന വണ്ടികൾക്ക് ഇതിൽ എടുത്തുകൊണ്ട് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എല്ലാം ഞാൻ ഓക്കെയാണ്. ഞാൻ ഈവൻ നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന ടാങ്കർ ലോറിക്കാണെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോയെന്ന് ഞാൻ നോക്കി. വലിയ കുഴപ്പമില്ലാണ്ട് പറ്റും. പുള്ളിക്കാരനെ നേരെ അങ്ങ് എടുത്തിട്ട് വൈഡായിട്ട് ടേൺ ചെയ്ത് എടുത്തുകൊണ്ട് പോകാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെ ആയി. ഇനിയിപ്പോൾ നമുക്ക് കിടക്കാൻ നോക്കാം. ആദ്യം ഫുഡ് കഴിക്കണം. ഇന്ന് രാവിലെ തൊട്ടേ മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാം, എന്നിട്ട് കിടന്നുറങ്ങാം, എന്നിട്ട് നാളെ രാവിലെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ 4ാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ട്രക്ക് ഹെവനിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ ഇന്നലെ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഒരുവിധമൊക്കെയാണ് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആംഗിളിലൊക്കെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായി രാത്രിയിൽ. അപ്പോൾ അത് ഞാൻ പിന്നെ നമ്മൾ കോണ്ട വേയിൽ പറയാം. അപ്പം ഇപ്പം ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത്, ഇന്നലെ രാത്രി ഇരുട്ടിലല്ലായിരുന്നു വേണ്ടത്. അപ്പം ഇന്നിപ്പോൾ ഒരു വെളിച്ചത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി പാർക്കിംഗ് അല്ല, ഹാച്ച് ലൈനാണ്. അവിടെ ഞങ്ങൾ തൽക്കാലം പാർക്ക് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വണ്ടി കിടക്കുന്നത്. പിന്നെ വേറെ അധികം രാത്രി വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആരും ഒന്നും വിളിച്ചൊന്നുമില്ല. എല്ലാവർക്കും പോകാനുള്ള സൗകര്യം ഇട്ടിട്ടായിരുന്നു നമ്മൾ വണ്ടി ഇട്ടത്. നമ്മളിട്ട് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയാണെങ്കിൽ നമ്മുടെ മുമ്പിലും കൊണ്ടായി വെച്ചു. എന്നാലും അതിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പം നമ്മളിനിയിപ്പം ഇവിടുന്ന് വിടാൻ പോവാണ്. ഇവിടുന്ന് ഏകദേശം 8.5 മണിക്കൂർ ഡ്രൈവാണ് പറയുന്നത്. 8 മണിക്കൂർ 22 മിനിറ്റ്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ എത്തുമെന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഒരു 7 മണി 8 മണി ആവുമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അതായത് നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം 5 മണിക്കൂറിൻ്റെ അടുത്തങ്ങാണ്ട് ഓടി എന്നാണ് എനിക്ക് തോന്നുന്നത്. 5 അല്ല, അതിൽ കൂടുതൽ ഓടിയിട്ടുണ്ട്. 6.5 മണിക്കൂർ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിഡ്നിയിലുള്ള ലൗസിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് എണ്ണ എടുക്കണം, പ്രിൻ്റ് ഔട്ട് എടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ കൂടുതൽ 1/2 മണിക്കൂർ ബ്രേക്കും കൂടെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. എന്തായാലും ഞാൻ പോയി എണ്ണ അടിച്ചിട്ട് വരട്ടെ.
നമ്മൾ എണ്ണയൊക്കെ അടിച്ചു കഴിഞ്ഞു. നമ്മൾ അകത്ത് പോയി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. നമ്മൾ ലൗസിൽ നിന്ന് കാപ്പി എടുത്തു, ബില്ലും എടുത്തു, നമ്മുടെ പ്രിൻ്റ് ഔട്ടും എടുത്തു ബോർഡർ ക്രോസ് ചെയ്യാനുള്ള. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞു. അതും കഴിഞ്ഞ് 10 മിനിറ്റായി, 40 മിനിറ്റ് ഇപ്പം നമ്മൾ മൊത്തം ഇവിടെ ബ്രേക്ക് എടുത്തു. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാം. നമുക്ക് മാക്സിമം എത്ര നേരത്തെ എത്താൻ പറ്റുന്നോ അത്രയും നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ട്രിപ്പ് എടുക്കാം. അതെ, നമുക്ക് ഓൾറെഡി അടുത്ത ട്രിപ്പ് വന്നു. നാളെ മെൽറോസ് പാർക്ക് ഇല്ലിനോയ്സിലോട്ട് നാളെ രാവിലത്തെ ട്രിപ്പ് വന്നു. എന്നോട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പ്ലീസ് ഒന്ന് കവർ ചെയ്യാവോ, കാരണം നമുക്ക് നാളെ എന്തോ ഡ്രൈവർമാരില്ല, കുറേ ട്രിപ്പുണ്ട്, അപ്പോൾ അതൊന്ന് കവർ ചെയ്യാവോ, നാളെ ഒരു ദിവസം പ്ലീസ് ഒന്ന് കവർ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം സൺഡേ സ്റ്റാർട്ട് ചെയ്യാനാണ്, പിന്നെ അത്രയൊക്കെ അത്യാവശ്യമാണെങ്കിൽ ഇടാൻ പറഞ്ഞു. അപ്പോൾ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഇപ്പം അത് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. നമ്മൾ യാർഡിലെത്തി, ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു, നമ്മുടെ പേപ്പർ വർക്കൊക്കെ കൊടുത്തു, എല്ലാം ഓൾമോസ്റ്റ് സെറ്റായി. അപ്പം നമ്മൾ ഇവിടെ എത്തിയപ്പം ഏകദേശം 8:30 ആയിരുന്നു. അപ്പം നാളെ രാവിലെ 6 ആകുമ്പോൾ ടൈം റീസെറ്റ് ആകും. അപ്പം നമ്മൾ തിങ്കളാഴ്ച പോയ അതേ ട്രിപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 1 മണിക്ക് ഡെലിവറി മെൽറോസ് പാർക്ക് ഇല്ലിനോയ്സ്, എന്ന് വെച്ചാൽ ചിക്കാഗോയുടെ ഔട്ടർ ഏരിയയിൽ ബൈപ്പാസിൽ വരും. അപ്പം നമുക്ക് രാവിലെ എപ്പോഴാണേലും തുടങ്ങിയാൽ മതി എന്ന് അവർ പറഞ്ഞത്. അവർ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ETA പറഞ്ഞാൽ മതി എന്ന്, അവർ അതിനനുസരിച്ച് സെറ്റാക്കിക്കോളാന്ന്. അപ്പോൾ വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് പോകുന്നതായതുകൊണ്ട് അവർ വലിയ കുഴപ്പം പറയല. അപ്പം അതുകൊണ്ട് ഞാനിപ്പം യാർഡിൽ തന്നെ കിടക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോകണ്ടേ. ഇതാകുമ്പോൾ ഫസ്റ്റ് കഴിയുമ്പോഴേ തന്നെ നമ്മുടെ ഇവിടുത്തെ ഷവറിൽ പോയി ഒന്ന് കുളിച്ച് പെറുക്കി എല്ലാം ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നാളെ രാവിലെ പെട്ടെന്ന് പല്ലും തേച്ച് ട്രെയിലറും എടുത്ത് അങ്ങ് പോയാൽ മതി. അപ്പം അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ കാനഡയിലെ LCBO, അപ്പം ഈ നമ്മുടെ കാനഡയിൽ നമ്മുടെ മദ്യം കിട്ടുന്ന സൂപ്പർ മാർക്കറ്റാണ് LCBO എന്ന് പറയുന്നത്. അപ്പം അവിടുത്തെ എംപ്ലോയീസിൻ്റെ സ്ട്രൈക്ക് നടക്കുകയാണ് ഒരു 2-3 ആഴ്ചയായിട്ട്. അപ്പോൾ പിന്നെ ഇവിടെ മദ്യം അങ്ങനെ കിട്ടാനില്ല. അപ്പം എല്ലാവരും ഡ്യൂട്ടി ഫ്രീ എന്നൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവന് വേണ്ടി. അപ്പോൾ അവനിപ്പോൾ പിക്ക് ചെയ്യാൻ വേണ്ടി ഇതെടുക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പം ഇതവന് കൊടുക്കണം, എന്നിട്ട് വേണം നാളെ രാവിലെ നമുക്ക് പോകാൻ വേണ്ടി. കാരണം അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്നാണെങ്കിൽ തിരിച്ച് ഇതങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പോൾ ഇതവന് കൊടുക്കണം. അപ്പം ഞാൻ വരുന്ന വഴിക്ക് അവനോട് കുറച്ച് ഫുഡ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫുഡ് കഴിക്കണം, എന്നിട്ട് കുളിച്ച് പെറുക്കി നമുക്ക് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ നമ്മുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കിനി നാളെ രാവിലെ കാണാം. 2000 years later. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇതിപ്പോൾ നമ്മുടെ 6ാമത്തെ ദിവസമാണ്. ആക്ച്വലി നമ്മൾ ലാസ്റ്റ് വീഡിയോ പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ 4ാമത്തെ ദിവസമായിരുന്നു. അപ്പം നമ്മൾ ഇന്നലെ 5ാമത്തെ ദിവസം നമ്മൾ ആദ്യം എടുത്ത ഈ വീക്കിൻ്റെ ആദ്യം എടുത്ത ട്രിപ്പ് തന്നെ ഒന്നും കൂടി എടുത്തു, മെൽറോസ് പാർക്ക് ഇല്ലിനോയ്സ്. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചു കുറച്ചുകൂടി ഇന്ത്യാനയിലുള്ള ഒരു പ്രാട്ട് ഇൻഡസ്ട്രീസിൽ വന്ന് നമ്മൾ ലോഡ് പിക്ക് ചെയ്തു. അവിടെ ഒരു 3-3.25 മണിക്കൂർ ഓടി, മീൻസ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ലോഡ് പിക്ക് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു 25 മിനിറ്റ് ഓടി നമ്മൾ എപ്പോഴും കിടക്കുന്ന ലൗസിലെത്തി കടന്നു. എന്നിട്ട് ഇപ്പം രാവിലെ ടൈമൊക്കെ റീസെറ്റായി നമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ലോഡാണ്. അത് കൂടാണ്ട് പിന്നെ നമുക്ക് പിന്നെ മാക്സിമം കുറച്ച് ലേറ്റായിട്ട് പോയിട്ട് പിന്നെ നമുക്ക് ചൊവ്വാഴ്ച തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പയ്യെ ഒരു 12 മണിക്കൂറിന് മുകളിലായി ഇപ്പോൾ ഇവിടെ ഓഫ് എടുത്തിട്ട് നമ്മൾ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. ലൗസിൽ നിന്നൊരു കാപ്പിയൊക്കെ എടുത്തു. അപ്പം നമ്മളിങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻസ്പെക്ഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ലൗസ് മൊത്തം ഓൾമോസ്റ്റ് കാലിയാണ്. നമ്മുടെ ഇപ്പുറത്തെല്ലാം പാർക്കിംഗ് കാലിയാണ്. ഇവിടെ എല്ലാം പാർക്കിംഗ് കാലിയാണ്. അവിടെ പാർക്കിംഗ് കാലിയാണ്. കുറേ ഗ്യാപ്പുണ്ട്. പിന്നെ റീസെറ്റ് എടുക്കുന്നവരും രാത്രിയിൽ ലേറ്റായിട്ട് വന്ന് നടന്നവരും മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അപ്പം ഇന്നിപ്പം സാറ്റർഡേ അല്ലേ,
അപ്പോൾ ഇനിയിപ്പം നമ്മൾ ഇന്നിപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സൺഡേ മൺഡേ ലീവാണ്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനെ വിളിച്ച് നോക്കണം. വണ്ടി നമുക്ക് ഡീലറിൽ വിടണം. ചെക്ക് എഞ്ചിൻ വാണിംഗ് ഇതുവരെ മാറിയിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തെല്ലാം ഓക്കെ ആക്കുവാണെങ്കിൽ വേണമെങ്കിൽ ഇന്ന് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ന് ഡ്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വന്നിട്ട് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയാം. അതിൻ്റെ ആവശ്യമില്ല, പുള്ളിക്കാരൻ തന്നെ അവിടുത്തെ ആൾക്കാരെ വിട്ട് ഡ്രോപ്പ് ചെയ്യിപ്പിച്ചോളും. പിന്നെ വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ ഒന്ന് വിളിച്ച് നോക്കാം പുള്ളിക്കാരൻ എന്താ പറയുന്നതെന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത് ഓടിച്ചു. നമ്മൾ ഏറ്റവും അവസാനം കിടക്കുന്ന ട്രക്ക് സ്റ്റോപ്പല്ല റെസ്റ്റ് ഏരിയയിലെത്തി. നമ്മൾ എൻട്രി നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി എല്ലാം ഓക്കെ ആയി. ഇപ്പം നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം പിന്നെ അത് എന്താ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുമ്പിലത്തെ വീഡിയോ പറഞ്ഞായിരുന്നു നമ്മുടെ വണ്ടിയിൽ ഒരു ചെക്ക് എഞ്ചിൻ വാണിംഗ് ഓൺ ആയിട്ടുണ്ടെന്ന്. വലിയ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല, ബോഡി ചെക്ക് ചെയ്തപ്പം. എന്നാലും അതങ്ങ് ഫിക്സ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഈ ആഴ്ച ഓടിക്കും, അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് അവൈലബിലിറ്റി ഉള്ളപ്പോൾ വണ്ടി ഫ്രീ ആവുന്ന സമയത്ത് പറഞ്ഞാൽ മതി, നമുക്ക് ഡീലറിലോട്ട് വിടാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ശനിയാഴ്ച ഇല്ല, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചൊവ്വാഴ്ച തുടങ്ങുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആണ്, അപ്പോൾ അന്ന് അവധി ആയതുകൊണ്ട് അപ്പോൾ അന്ന് ഡീലറിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പം നമ്മുടെ പ്രോപ്പർട്ടി മാനേജറിനെ വിളിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു എന്നോട് വണ്ടി അവിടെ ഡ്രോപ്പ് ചെയ്തോളാൻ പറഞ്ഞു, ഡീലറെ കൊണ്ടായിട്ടോളാൻ പറഞ്ഞു. അപ്പം അതിപ്പോൾ എന്തായാലും നന്നായി. അപ്പോൾ പിന്നെ നമുക്ക് ഇപ്പം പോകുന്ന വഴിക്ക് നമ്മുടെ ഒരു കൂട്ടുകാരനെ, നമ്മുടെ ഒരു റൂംമേറ്റിനെ നമുക്ക് പിക്ക് ചെയ്തുകൊണ്ട് പോകണം. അതാകുമ്പോൾ നമുക്ക് ട്രെയിലർ യാർഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ എൻ്റെ വണ്ടിയും കൊണ്ട് ഡീലറിലോട്ട് വന്നോളും. എന്നിട്ട് നമുക്ക് ട്രക്ക് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരുമിച്ച് കാറിനെ തിരിച്ചു പോരാം. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരനെ പിക്ക് ചെയ്യണം. അവനും ട്രക്ക് ഡ്രൈവറാണ്. അപ്പോൾ അവൻ വേറൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഇന്ന് വീട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ അവനോട് ഞാൻ റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് വേണം പോകാൻ, കമ്പനിയിലോട്ട് പോകാൻ വേണ്ടി. അപ്പോൾ എന്തായാലും അതിന് മുമ്പേ ഞാൻ സീലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഹലോ ഗൈസ്, അപ്പം നമ്മൾ യാർഡിലെത്തി, ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു, നമ്മുടെ പേപ്പർ വർക്കൊക്കെ കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത അവൈലബിലിറ്റി നമ്മൾ ചൊവ്വാഴ്ച രാവിലെ 6 മണിക്കത്തേനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രോപ്പർട്ടി മാനേജർ പറഞ്ഞ പോലെ നേരെ നമ്മുടെ ട്രക്ക് കൊണ്ടായി ഡീലറെ കൊണ്ടുവരണം. അപ്പം നമ്മളെ തിരിച്ച് പിക്ക് ചെയ്തുകൊണ്ട് വരാൻ എൻ്റെ ഒരു റൂംമേറ്റ് വന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അവൻ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇവൻ വണ്ടിയായിട്ട് എൻ്റെ പുറകെ വരും. ഞാൻ എന്നിട്ട് ഈ ട്രക്ക് കൊണ്ടായി ഡീലറെ കൊണ്ടായി ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ച അങ്ങ് കഴിഞ്ഞു. അപ്പം അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം അയച്ചു കൊടുക്കുക. അപ്പം അത്രയേ ഉള്ളൂ. സ്റ്റേ ട്യൂൺ ഫോർ കണ്ണൂർ ട്രക്കർ കാനഡ.